മോട്ടോർ വാഹന വകുപ്പിന്റെ ബസ്സുകളിലെ എയർ ഹോൺ പരിശോധന തുടരുന്നു. 908 സ്വകാര്യ ബസ്സുകളെയാണ് നിയമലംഘനത്തിന് ഇതുവരെ പിടികൂടിയത്. 14 ലക്ഷത്തിലധികം രൂപ പിഴയും ചുമത്തി. പ്രത്യേക പരിശോധന നാളെ അവസാനിക്കും. RB സനൂപ് ചേരുന്നു. സനൂപ്, കുറച്ചു ദിവസമായി തുടരുന്ന പരിശോധനയാണ്. എന്തൊക്കെ കണ്ടെത്തലുകൾ MBD നടത്തിയിരിക്കുന്നു? ഏതുവരെയാണ് പരിശോധന തുടരുക? ധന്യ, 13-ാം തീയതി മുതലാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ എയർ ഹോൺ പിടിപ്പിച്ചിട്ടുണ്ടോ എന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ആരംഭിച്ചത്. ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 908 ബസ്സുകളാണ് ഇതുവരെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയമായത്. 14,83,500 രൂപയാണ് ആകെ പിഴ ചുമത്തിയിട്ടുള്ളത്. പ്രത്യേക പരിശോധന നാളെ അവസാനിക്കും. നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പിടിച്ചെടുത്ത എയർ ഹോണുകൾ അത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച് റോളർ കയറ്റി നശിപ്പിക്കണം. കാരണം ഇത് വീണ്ടും ബസ്സുകളിൽ ഫിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി വേണമെന്ന് നിർദ്ദേശം നൽകിയത്. പക്ഷെ അതിനിപ്പോ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഈ നിരോധിച്ച വസ്തുവാണ് എയർ ഹോൺ എങ്കിൽ പോലും അത് മറ്റൊരാളുടെ വസ്തു നശിപ്പിക്കാനുള്ള അധികാരം മോട്ടോർ വാഹനത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിടിച്ചെടുത്ത സാധനങ്ങൾ അത് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കോടതിയിലെങ്ങാനും കേസ് വന്നെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതല്ല ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായാലും ഈ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള എയർ ഹോണുകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച് നശിപ്പിക്കും. ധന്യവാദം. ശരി.